എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് ആകർഷിച്ച ആ ഒരു ഘടകം ഉണ്ടാവുമല്ലോ. നിങ്ങളിൽ എന്തോ നിങ്ങളുടെ സ്വഭാവമാവട്ടെ, സൗന്ദര്യമാവട്ടെ, എന്തോ ഒന്നാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് അല്ലേ? അത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് മൂവിങ് ഓൺ ഒരു ഓപ്ഷൻ ആണോ, നിങ്ങളെ വിട്ട് അവർ പോകാൻ സാധ്യതയുണ്ടോ എന്നും കൂടെ ഞാൻ ലാസ്റ്റിൽ ഒന്ന് നോക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കണക്റ്റഡ് ആയിട്ടിരിക്കുക. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് റെസനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തിട്ട് കണ്ടോളൂ. ഡിവൈനെ മനസ്സിൽ വിചാരിക്കുക, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, അവരുടെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ ചിന്തിക്കുക. മുഖം തുടർച്ചയായിട്ട് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ റീഡിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകുന്നു. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവർക്ക് വളരെയധികം സ്നേഹമുള്ള, അവർ സ്നേഹിക്കുന്ന വ്യക്തിയാണത്. ആ വ്യക്തി എന്ത് കാരണത്താലാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഒരു ആകർഷണം അവർക്ക് തോന്നിയത്? വാട്ട് അട്രാക്റ്റഡ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ to them? What attracted my viewers person to them? What attracted my viewers person to them? What is that one thing that attracted my viewers person to them? What is that one thing that attracted my viewers person to them? Shambhu Mahadev. നോക്കാം. Lovers. Page of Wands. Shit. 10 of Cups. Shit. Knight of Wands. 9 of Cups. Ace of Pentacles. King of Pentacles. Knight of Cups. 2 കാർഡ് വന്നു കേട്ടോ. 7 of Wands and 6 of Pentacles. 5 of Wands. 10 of Pentacles. 6 of Cups. Clarify 5 of Wands. Clarify 5 of Wands. Clarify 5 of Wands. Two of Cups. Clarify 7 of Wands. Clarify 7 of Wands. Clarify 7 of Wands. Clarify 7 of Wands. 4 of Wands. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ എന്നറിയാനാണ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. 8 ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ ആദ്യമായിട്ട് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം തന്നെയാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കരുതലൊക്കെ ഉണ്ടല്ലോ, അവരത് മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സ്നേഹം നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടാറുണ്ട്. ആ സ്നേഹം കളയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ സംസാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നുണ്ടാവും, സ്വീറ്റായിട്ട് സംസാരിക്കണം. നിങ്ങളുടെ ശബ്ദം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം, ആർട്ടിസ്റ്റായിരിക്കാം. നിങ്ങളുടെ ശബ്ദം ആണ് അവരെ കണക്ട് ചെയ്തത് നിങ്ങളുമായിട്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ തമാശകൾ പറയുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സരസമായി സംസാരിക്കാൻ സാധിക്കും അവർക്ക്. ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇഷ്ടമാണ് അവർക്ക് എന്ന് കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവനും കൊടുക്കാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, എന്ത് ത്യാഗം സഹിച്ചും കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത്, ഇത്രയും കുടുംബസ്നേഹമുള്ള ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ എൻ്റെ കുടുംബത്തിനും ഭദ്രത ഉണ്ടാക്കും വെച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരാളാണെന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ അവർക്കത് നല്ലതാണ് എന്നുള്ള രീതി, ആ സ്വഭാവം അവർക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ.
നിങ്ങൾ കുറച്ച് ഇടയ്ക്ക് ചില എന്താ പറയുക ഇമ്പൾസീവ് ആക്ഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, ഇമ്പൾസീവായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്ന് അയ്യോ അത് ശരിയാവോ തെറ്റാവോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് നിങ്ങൾ ഓപ്പണായിട്ട് പറയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്യും. ഓക്കെ, ആ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് കാണുന്നത്. കാര്യം എടുത്തുചാട്ടമാണ്, പക്ഷേ അതിലെന്തോ ഒരു ഓമനത്വം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ആക്ഷൻസ് നിങ്ങളുടെ അതെന്തോ അവർക്കൊരു ആകർഷണമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ആഗ്രഹിച്ചാലുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജോലിയിലാവട്ടെ അല്ല എന്തെങ്കിലും ഒരു പാഷനാണ്, അതിലേക്ക് നിങ്ങൾക്കൊരു സിംഗർ ആവണമെന്നാണ് ആഗ്രഹം, ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹം, അതിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ 100% ഡെഡിക്കേഷനാണ് നിങ്ങൾ കൊടുക്കാറുള്ളത്. ആ ഒരു ക്യാരക്ടർ അവർക്ക്, ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, അതിനുള്ള എന്താ പറയുക നിശ്ചയദാർഢ്യം അല്ലേ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില മലയാളം വാക്കുകൾ ഞാൻ അത്ര എന്താ പറയുക ഫ്ലുവൻ്റ് അല്ല, ക്ഷമിക്കുക കേട്ടോ. ആ ഒരു ക്യാരക്ടർ അവർക്ക് വളരെ ഇഷ്ടമാണെന്ന് അവർ ചിന്തിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ല പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാനൊക്കെ നിങ്ങൾക്ക് ധൈര്യമാണ്. ഓക്കെ, സംശയിച്ച് നിൽക്കലൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇറങ്ങിപ്പോയ പുതിയ ഇൻവെസ്റ്റ്മെൻ്റാണ്, ആലോചിച്ച് തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് കഴിവുണ്ട്. അത് ചെയ്യുന്നത് ശരിയായിട്ട് വരികയും ചെയ്യും. ഡെയറിങ് എന്ന് പറയില്ലേ, ഒരു ഡെയറുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും. ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് അത് ചെയ്യാനുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ട്. ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അത് അവർക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നു. അവരെ പോലെ തീരുമാനമെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നില്ല. എന്ത് തീരുമാനം എടുത്താലും അത് എങ്ങനെ കറക്റ്റായിട്ട് വരുന്നത്, എത്ര കറക്റ്റായിട്ടാണ് അവർ തീരുമാനിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു ക്യാരക്ടറില്ലേ, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേട്ടോ. അത് അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ജോലിയിൽ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരിക്കണം, അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കണം. ആ ഒരു കരിസ്മ, നിങ്ങളുടെ ആ ഒരു കരിസ്മ ഉണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്ന് കാണുന്നു. നിങ്ങൾ ആരാധനയാണ് അവർക്ക് കേട്ടോ, ആരാധനയോടെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ആരുടെ മുന്നിലായാലും ഒരു ക്ഷമ പറയാൻ നിങ്ങൾക്ക് മടിയില്ല. തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കും. മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾക്ക് മടിയില്ല. ഓക്കെ, നിങ്ങൾ ഒരാൾ തെറ്റായി സംസാരിച്ചു, പറഞ്ഞത് തെറ്റാണ് എന്ന് ആരുടെ മുന്നിൽ വെച്ച് പറയാനും നിങ്ങൾക്ക് ധൈര്യമുണ്ട്. ആ ഒരു ക്യാരക്ടറും അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ ഏതൊരു ഫങ്ഷനിൽ ചെന്നാലും, മീറ്റിംഗ് ആവട്ടെ, ഒരു പ്രോജക്റ്റ് മീറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കല്യാണമാവട്ടെ, എവിടെ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്യാതറിങ്ങിൻ്റെ ഒരു ജീവനായിട്ട് നിങ്ങൾ മാറും. ഈ ഒറ്റയ്ക്ക് മാറിയിരുന്ന സ്വന്തം ഇതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല നിങ്ങൾ. ആക്റ്റീവായിട്ട് ആ ഒരു ഇതിൽ ഇൻവോൾവ് ആവുകയും അവിടുത്തെ ഒരാളായി മാറുകയും ഓൾ ഇൻ ഓളായിട്ട് അവിടെ കൂടി നടന്ന് കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളെ. ഓക്കെ, അതുപോലെ ഇവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് നിങ്ങളോട്, നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ അത്യാവശ്യക്കാർ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ, ജെനുവിനായിട്ടൊരാവശ്യമായി ആണ് അവർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവും, സാമ്പത്തികമായിട്ട് എസ്പെഷ്യലി. ഓക്കെ, എങ്ങനെ സഹായിക്കാനും നിങ്ങൾക്ക് മടിയില്ല എന്നും കാണുന്നുണ്ട്. ആ ഒരു സ്വഭാവം അവർക്ക്, ആ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയില്ലേ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഇവരെയും ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ സഹായിച്ച് കാണണം. ഓക്കെ, ഇവരുടെ കൺമുന്നിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആർക്കോ താങ്കൾ സഹായം ചെയ്തിട്ടുണ്ട്. അതൊരു ആരാധനയായിട്ട് മാറി എന്നാണ് കാണുന്നത്. ഇവർ ലൈഫിൽ സ്റ്റക്കായിട്ട് നിന്നൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരുടെ അടുത്ത് പോകണം എന്ന് അറിയാൻ വയ്യാതെ ഇവർ പകച്ചു നിന്നൊരു സമയമുണ്ട്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ അവരുടെ കൈ പിടിച്ചവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ വീണു പോകാതെ നോക്കിയത് നിങ്ങളാണ്. ഏറ്റവും ഡിപ്രസിങ് സ്റ്റേറ്റിൽ നിന്നും അവരെ പിടിച്ച് എണീപ്പിച്ച് സ്വന്തം കാലിൽ നിർത്തിയ നിങ്ങളാണ്. ഓക്കെ, ആ സ്നേഹം, അത് എന്താ പറയുക, അതൊരു കടപ്പാടൊന്നുമല്ല, അവർക്കതൊരു സ്നേഹമായിട്ട് മാറുകയാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അതേപോലെ
ഫാമിലിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ ഫാമിലിയിൽ എന്താ പറയുക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം പ്രീവിയസ് ആയിട്ട്. അതെല്ലാം ഫാമിലിയിൽ പല രീതിയിൽ എന്തെങ്കിലും രീതിയിൽ കടങ്ങളോ അങ്ങനെ ലോൺസോ അങ്ങനെ എന്തെങ്കിലും വന്ന് കാണും. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് വേണേൽ മാറി നിൽക്കാം അല്ലേ, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ കുടുംബത്തിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്, ഇത് രണ്ടാമതാണ് ഫാമിലി കാർഡ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നും മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളങ്ങനെ ഇരുന്ന് ശീലിച്ചിട്ടില്ല. എന്നാൽ പോലും അവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ നിന്ന് ദൂരെ മാറി നിന്ന് ജോലി ചെയ്യേണ്ടുന്ന എബ്രോഡൊക്കെ ആയിരിക്കാം. തനിയെ വന്ന് നിന്ന് റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു അടുപ്പം, അത് നിങ്ങളോട് തോന്നിയ ആ റെസ്പെക്റ്റ്, അതൊക്കെ പിന്നീട് ഒരു സ്നേഹമായി മാറി എന്നാണ് കാണുന്നത്. നിങ്ങളുടേത് വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയി വീണ്ടും ഒരു റീയൂണിയൻ വന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് പണ്ടേ നിങ്ങളെ ഇഷ്ടമാണ്. വീണ്ടും കണ്ടപ്പോൾ ആ ഇഷ്ടം ഒന്നുകൂടി സജീവമായി എന്ന് പറയേണ്ടി വരും കേട്ടോ. ഒരു 3-4 കാർഡ് കൂടി എടുത്തിട്ട് മൂവിങ് ഓൺ അവർക്ക് ഒരു ഓപ്ഷൻ ആണോ എന്നുള്ളത് നോക്കാം. 3-4 കാർഡ്സ് കൂടി തരട്ടെ ഞാൻ. വീണ്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ അവരോട് സംസാരിക്കുന്ന മാത്രമല്ല, മറ്റുള്ളവരെ ഒരു PR വർക്കൊക്കെ ചെയ്യാൻ നിങ്ങൾ ഭയങ്കര മിടുക്കുള്ള വ്യക്തിയായിരിക്കണം കേട്ടോ. ഇവരുടെ അടുത്ത് അവർ പോയി സംസാരിച്ചാൽ കാര്യം നടക്കും എന്ന് പറയുന്ന അങ്ങനത്തെ വ്യക്തികളുണ്ടല്ലോ. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത കാര്യം ഏൽപ്പിച്ചാൽ അത് കാര്യം അവർ നടത്തിക്കോളും. അവർക്കത് മറ്റുള്ളവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു തരം വ്യക്തിയുണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾ. ആ ഒരു ക്യാരക്ടറും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് അവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം കേട്ടോ. നിങ്ങളൊരു പ്രെയർ ഗ്രൂപ്പിലോ അങ്ങനെ സ്പിരിച്വലി ആയിട്ട് കണക്റ്റഡ് ആയ സത്സംഗം ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ തമ്മിൽ കണ്ട പരിചയമുള്ള വ്യക്തികളായിരിക്കണം. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുടെ ഭക്തി, അതിലേക്കുള്ള ഡെഡിക്കേഷൻ എല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തി ആയിരിക്കണം. നിങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്രാ ഗ്രൂപ്പിൽ വെച്ചിട്ടോ ഒരു യാത്രക്കിടയിലോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രമേ എടുക്കുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മാക്സിമം കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം ആൾക്കാരുടെ എനർജി കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുക. ഏതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. യാത്രകൾ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തി ആയിരിക്കണം. യാത്രക്കിടയിലുള്ള പരിചയം ഒരു സുഹൃത്ത് ബന്ധമായി വളർന്നു, അത് പിന്നീട് ഒരു സ്നേഹബന്ധമായി വളർന്നു എന്നുള്ള കോമൺ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് യാത്രകൾ ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ് എന്ന് കാണുന്നു കേട്ടോ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ് എടുത്തിട്ട് പ്ലീസ് ഗിവ് മീ ലാസ്റ്റ് കാർഡ്. കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് ആൾക്കാരെ പറഞ്ഞ് വഴിക്ക് കൊണ്ടുവരാൻ ഒരു പ്രത്യേക കഴിവാണ്. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം ഈ കാർഡ് വെച്ചിട്ട്. അവിടെ ഓഫീസ് സ്പേസിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ആവട്ടെ, നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരെ ആവട്ടെ, ടാക്ട്ഫുള്ളി ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരു പ്രശ്നം വന്നു, അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ആയിരിക്കും ഇവരെ ഏൽപ്പിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അവരെ വഴിക്ക് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ലീഡറാണ് നിങ്ങൾ. ഓക്കെ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ കാണാനും നല്ലൊരാളായിരിക്കണം. വളരെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. അതേപോലെ നിങ്ങൾ പറയുന്ന കേൾക്കാൻ അവർ തയ്യാറാവാറുണ്ട് മറ്റുള്ളവർ. അതേപോലെ തന്നെ ഇവർക്കും ഒരു എന്താ പറയുക, ആദ്യം ഒരു ആരാധനയായിരുന്നു, പിന്നീട് അതറിയാതെ ഒരു സ്നേഹമായി മാറി എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് ആകർഷിച്ച ആ ഘടകങ്ങൾ നിങ്ങളിലുള്ള. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം മൂവിങ് ഓൺ എന്ന് പറഞ്ഞൊരു വിഷയം നിങ്ങളുടെ പേഴ്സണ് പോസിബിൾ ആണോ എന്ന്. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നല്ല, അവർ മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ആൻഡ് പ്ലീസ് ഗൈസ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരിൽ നിന്ന് മൂവ് ഓൺ
ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. Two of Swords, Queen of Pentacles, Four of Cups, Two of Cups, Ace of Wands, Three of Pentacles, Ace of Cups, Temperance, Empress. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് ഇവിടെ കാണുന്നു. ഇവർ മാരീഡ് ആണെങ്കിൽ ഇത് ഇവരുടെ സ്പൗസ്, കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ്. ഓക്കെ, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പലരും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് സാമ്പത്തികമായിട്ട് അവർക്കൊരു ഇൻഡിപെൻഡൻസ് മൊത്തത്തിലായിട്ടില്ല. അവർ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, സേവിങ്സിന് വേണ്ടിയിട്ട്, കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളിൽ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതുകൊണ്ടുകൂടിയാണ് നിങ്ങൾക്ക് എടുത്തു ചാടി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് അറ്റ് പ്രസൻറ്റ് സാധിക്കാത്തത്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായി കാണുന്നു. അവരുടെ ഫോക്കസ് അവരുടെ കരിയറിലേക്ക്, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് അങ്ങനെയാണ് കാണുന്നത്. ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഫോർ ഓഫ് കപ്സ് വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവിടെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കായാലും അവിടെ ഒരു എന്താ പറയുക, സാമ്പത്തികമായിട്ട് ഉള്ള ഒരു സഹായം തേർഡ് പാർട്ടിക്ക് ആവശ്യമുണ്ട്. ഈ തേർഡ് പാർട്ടി അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടേക്കും സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം ആവശ്യമുണ്ട് കേട്ടോ. ഈ സ്ട്രഗിളിലാണ് അവർ ഇപ്പോൾ. വല്ലാത്തൊരു മിസ്സിങ് എനർജി അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. റീയൂണിയനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നും ജോലി സംബന്ധമായിട്ടൊക്കെ അവർ ദൂരെ വിട്ടു നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അവർ മാറി നിൽക്കുകയാണെങ്കിൽ, അവരൊരു റീയൂണിയന് വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ വരണമെന്നാണ് അവർ ആലോചിക്കുന്നത്. കാരണം ഇന്നും അവർ നിങ്ങളെ അത്രയും തന്നെ സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അവിടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ആ ജഗ്ലിങ് അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പുറത്ത് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഞാൻ എത്ര മൈക്ക് ഫിറ്റ് ചെയ്താലും ആ ശബ്ദം, ഇവിടെ ജനലിൻ്റെ തൊട്ട് ബാക്കിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. വെക്കേഷൻ ടൈമല്ലേ, ഒന്നും പറയാൻ സാധിക്കുന്നില്ല കുട്ടികളെ. ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. ആണായാലും പെണ്ണായാലും കേട്ടോ. അവിടെ എനർജിയാണ് കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കെയർ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ പെരുമാറ്റം, അതെല്ലാം അവരെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കെയർ ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ അവരെ സ്നേഹിച്ച പോലെ മറ്റാരും അവരെ സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരു മൂവിങ് ഓൺ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. ടെമ്പററി ബ്രേക്കപ്പ് വന്നിരിക്കാം ചിലർക്ക് ഈ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ കൊണ്ട്. പക്ഷെ അവർ അപ്പോഴും ഒരു റീയൂണിയനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് മൂവിങ് ഓൺ എനിക്കവിടെ കിട്ടുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെയും അതൊന്ന് പാരലായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ അവർക്കൊരു ഓപ്ഷനാണ് എന്നെനിക്ക് തോന്നുന്നില്ല.